4 നേതാക്കൾ ഉലകത്തിൽ ഒരുമിച്ച് കോവിഡ് കാലത്ത്. എല്ലാവരും കേൾക്കണം, ആരൊക്കെയാണെന്നറിയാമോ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അതിനുശേഷം ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാന്റെ മരിച്ചുപോയ ഇബ്രാഹിം റൈസി, അതിനുശേഷം തുർക്കിയുടെ പ്രസിഡന്റ് തോയ്ബ് എർദോഗൻ പറഞ്ഞു നമുക്കൊരുമിച്ച് നീങ്ങാം. ഇതാ ഇസ്രയേലിന് നേരെ ഒരു കരമുയർന്നു വരുന്നത്. ബൈബിൾ ക്ലിയറായി. തുർക്കി കർമാഗ്രഹം അവന്റെ മുൻ വായിച്ചാട്ട അടുത്ത വാക്യങ്ങൾ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇറാന്റെ പ്രധാനമന്ത്രി മരിച്ചപ്പോൾ IOC മുഴുവൻ പറഞ്ഞു നമുക്കൊരുമിച്ച് റഷ്യയുടെയും ചൈനയുടെയും കീഴിൽ അണിനിരക്കാം. ലോകം 2 ചേരിയിൽ കോവിഡ്. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും റഷ്യയോട് ചേരും. ആരെ ആക്രമിക്കുവാൻ? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ. അപ്പോൾ ഇസ്രയേലിന് നേരെ അനുകൂലമായി ആര് വരും? വായിക്കാം. എസെക്കിയേൽ 38:13 വാക്യങ്ങൾ പടപടാ പോകും. എസെക്കിയേൽ 38:13 വായിച്ചോട്ടെ. ശബയ യമൻ രാജ്യം. അതിന്റെ കാര്യം എല്ലാവരും കേൾക്കണം. വിജ്ഞാനം. ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ ഇറക്കുന്നത് അവർക്കിട്ട് പേശണം. സൗദി അറേബ്യയുടെ പ്രത്യേകത, അവിടെ ഒരു എണ്ണ കമ്പനി ഉണ്ട്, അരംകോ അമേരിക്കയുടെയും സൗദിയുടെയും കൂട്ട് കച്ചവടമാണ്. ഇന്ന് ഹൂത്തി വിമതരെന്ന് പറയുന്ന കുറേ സഹോദരന്മാരുണ്ട്. യവന്മാർ സൗദിയുടെ മണ്ടക്കിട്ട് അടിക്കുക. പിന്നെ ഇസ്ലാമിൻ്റെ 2 പള്ളികൾ മക്ക മദീന, ഇതിനും ഈ ഹൂത്തി വിമതരുടെ ആക്രമണമുണ്ട്. ഇനി ഞാൻ 3 നാളുകൾ ഉലകത്തിന് മുഴുവൻ കടസിക്കാല ചെയ്തികളും പേശും. ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ പത്രത്തിൽ വരുന്ന വാർത്ത യമനെ അടിച്ചൊതുക്കി അമേരിക്ക കസ്റ്റഡി കൊണ്ടുവരും. അർത്ഥം ഇന്ന് ഈ കടലിനകത്ത് കപ്പലുകളെ ഹൂത്തി വിമതരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ കാശില്ല. അതുകൊണ്ട് മോഡി സാറിനോട് പറഞ്ഞിട്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പല ഇന്ന് ഹൂത്തി വിമതർ കടൽ കൊള്ളക്കാരെ അടിക്കുന്ന അവന്മാരുടെ കാശില്ല. സന്തോഷമില്ലല്ലോ? ഇതൊക്കെ പേപ്പർ വായിക്കണം. അല്ല ചെറുപ്പക്കാരൻ പെങ്കൊച്ചിനോട് മതിലിയാടിയതാ ഇവിടെ ആൾക്കാർ വായിക്കുന്ന സ്വത്രം. അതാ ഹൂത്തി വിമതരെ അടിക്കാൻ ഇന്ത്യൻ കപ്പൽ, നാവികസേന കപ്പൽ സൗദിയുടെ ബോർഡറിൽ കിടക്കുന്നുണ്ട്. അവർക്ക് പേടി. അതാ അങ്ങനെയെങ്കിൽ എണ്ണവില തകർന്നാൽ അമേരിക്കയുടെ കാര്യം പോകും. അതെല്ലാം പുറകെ ഞാൻ പ്രസംഗിക്കാം. അപ്പോൾ 1 ശബ, അതാ യമൻ രാജ്യം. അടുത്തത് ശബയും. അടുത്ത വാക്ക് വായിച്ച മോളെ. ദദാന ഏഡൻ രാജ്യം. യമന് ചേർന്ന് ആഫ്രിക്കൻ കൺട്രിയാ ഏഡൻ രാജ്യം, സൗദിയുടെ ബോർഡർ. ഏഡൻ രാജ്യം കഴിഞ്ഞാൽ നേരെ ഈജിപ്റ്റ് വഴി കയറാം, ചൈനയുടെ സിൽക്ക് പാത. നാളെ ഇത് പറയാം. അങ്ങനെയെങ്കിൽ ഈ 2 രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ആ കസ്റ്റഡിയിൽ അമേരിക്ക അടിച്ചു കൊണ്ടുവരും. അടുത്ത വാക്യം തർശീശ് വർത്തകന്മാർ. യാറയ്യ തർശീശ് വർത്തകന്മാർ. 5 ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങളാ തർശീശ് വർത്തകന്മാർ. 1 അമേരിക്ക, 2 ഓസ്ട്രേലിയ, 3 കാനഡ, 4 ബ്രിട്ടൻ, 5 ഫ്രാൻസ്. കരമുയർത്തിയാട്ടെ തർശീശ് ഇംഗ്ലീഷ്. ഇതെന്നാ നിവർത്തിയായി? എല്ലാവരും ഇവിടെ കേട്ടുകൊണ്ടിരിക്കണം. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ 5 നേതാക്കന്മാർ ഇസ്രയേലിൽ പറന്നിറങ്ങി. 1 അമേരിക്കക്കാരൻ ജോ ബൈഡൻ, 2ാമത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, 3 ഇപ്പം മോഡി സാർ സത്യപ്രതിജ്ഞ ഞാൻ പോയപ്പോൾ ഋഷി സുനകിനെ വിളിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരനായിരുന്നു ബ്രിട്ടനിലെ ഞാഞ്ഞൂൽ ഋഷി സുനക്, അവനും ഇസ്രായേലിലെത്തി. 4 ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ, കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, അവരെല്ലാം ചെന്ന് ഇസ്രായേലിന് പ്രൈസലോട് കൊടുത്ത്. 5ാമത് ഓസ്ട്രേലിയയിലെ പ്രസിഡന്റിന് കോവിഡ് ആയതുകൊണ്ട് പുള്ളി 4 കപ്പലിനെയും വിട്ടുകൊടുത്ത്. 5 രാജ്യങ്ങൾ ഇസ്രായേലിനോട് ചേരും. എത്ര ക്ലിയർ! ബൈബിളും പ്രവചനവും ടിവിയും കാണണം. എൻ്റെ തമിഴ് മലർ പത്രികയും വായിക്കണം. 5 രാജ്യങ്ങൾ: അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്. ഇതെല്ലാം ഇസ്രയേലിന്റെ പിന്തുണ. അതിന്റെ കൂടെ നമ്മുടെ ഇന്ത്യക്കാരൻ വായിച്ചാട്ടെ തർശീശ്. അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്. അവിടെ നിന്നാട്ട് ആരാ ഈ ബാലസിംഹം? ബാലസിംഹത്തിന്റെ പേര് ഓഹരി വിപണിയിൽ കുതിക്കുന്ന രാഷ്ട്രങ്ങൾ, അഥവാ സാമ്പത്തികമായി. 3 ബാലസിംഹങ്ങളെ ഇന്ന് ലോകത്തിലുള്ളത്. 1 തൈവാൻ, ഒരു കുഴപ്പമില്ല. 2 ജപ്പാൻ. 3ാമത്തെ ബാലസിംഹം ഇന്ത്യ. കണ്ടോ? ഒരു പ്രശ്നവും ഇല്ല ഇന്ത്യക്ക്. സ്വത്രം ഇഷ്ടം പോലെ പണമുണ്ട്, കോടികളുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഗ്യാസും പെട്രോളിൻ്റെ എല്ലാ സബ്സിഡിയും കൊണ്ടുപോയി സകല വിദേശ പണവും NRE വഴി കിടക്കുക. അതാ ബാലസിംഹങ്ങൾ. അവരോട് ആരോട് ചോദിക്കും? ഇസ്രയേലിന് നേരെ വരുന്ന ശക്തികളോട് ചോദിക്കും. നീ വായിച്ചാട്ട് മോളെ, മതി. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഭരണത്തെയും കുറ്റം പറയത്തില്ല, എല്ലാ നേതാക്കളെയും ബഹുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ കൊള്ളയിടുവാനോ? അതിൻ്റെ അർത്ഥം ഞാൻ മുൻപോട്ട് പറഞ്ഞുതരാം. മോൾ വാക്യം മാറ്റരുത്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഒരു കാലത്ത് BJPക്ക് 2 MPമാരെ ഇന്ത്യയിലുള്ളായിരുന്നു. ആരൊക്കെയായിരുന്നെന്നറിയാമോ?
LK അഡ്വാനിയും AB വാജ്പേയിയും. കേട്ടോണേ, ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിൽ ഒരു ഭരണം വന്നു, BJP ഭരണം. എല്ലാവരും കേൾക്കണം, ഇതെല്ലാം ദൈവത്തിൻ്റെ കരമാണ്. അതിൻ്റെ പ്രത്യേകത, അന്നൊരു വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ജസ്വന്ത് സിംഗ്, മരിച്ചുപോയി. അദ്ദേഹത്തിന് അന്നത്തെ AB വാജ്പേയി എവിടത്തേക്കാ വിട്ടെ? ഇസ്രയേലിലേക്കാ വിട്ടെ. അന്ന് അവിടുന്ന് ഒരു തോക്ക് കൊണ്ടുവന്നു. ആ തോക്ക് ആ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ മണ്ടക്കിട്ട് അടിച്ചത്. ടൈവർ ടാർ 21 കാർഗിൽ യുദ്ധം. യെശയ്യാ പ്രവചനം 54:16 വീട്ടിൽ ചെന്ന് വായിക്കണം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, തീക്കൊള്ളി പോലെ ഒരായുധം ഞാൻ നിനക്ക് തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തോക്ക ഇസ്രയേലിൻ്റെ തോക്ക് ടൈവർ ടാർ 21. തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ചോദിച്ചാലും മതി, ഇത് കൊണ്ടുവന്നതാ BJP ഗവൺമെൻറ്. പെതിയെ ഈ വാജ്പേയി ഭരണം പോയി. അന്നേരം വേറൊരാളെ കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ പേര് മൻമോഹൻ സിംഗ്. ബൈബിളും പ്രവചനവും. മൻമോഹൻ സിംഗ് വന്ന ഉടനെ റഷ്യയിൽ നിന്ന് പെതിയെ മാറി അമേരിക്കയ്ക്ക് പ്രൈസ്തലോട് കൊടുക്കാൻ തുടങ്ങി. കാര്യം, അദ്ദേഹം ഭയങ്കര ബുദ്ധിജീവിയാണ്. സൗദിയിൽ അരംകോട് സൗദി ഗവൺമെൻറ്റിൻ്റെ ബുദ്ധി ഉപദേശിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ധനതത്വശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. RBIയുടെ ഗവർണറായിരുന്നു. ചില്ലറ പുള്ളിയല്ല, സ്വത്രം. അദ്ദേഹത്തിൻ്റെ നാം അറബ് രാജ്യങ്ങൾ വരെ അഡ്വൈസ് മേടിച്ചുകൊണ്ടിരുന്നത്. അത്രയും നല്ല സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിനെ സോണിയാഗാന്ധി കൊണ്ടുവന്നത്. 2 ടൈം അദ്ദേഹം ഇരുന്നപ്പോൾ കർത്താവ് വിചാരിച്ചു മാറണം. ഇയ്യോബിനകത്ത് എഴുതിയിട്ടുണ്ട്, അവൻ ബലശാലികളെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിട്ട് തനിക്ക് ബോധിച്ചവരെ അതിനകത്തിരിക്കും. സ്വത്രം. അങ്ങനെ ഇരുന്നപ്പോൾ നരേന്ദ്രമോദി സാറിനെ കൊണ്ടുവന്നു. 2 ടേമായി. പുള്ളി വന്ന ഉടനെ ആരുമായിട്ടും കൈ കൊടുത്തില്ല, ഇസ്രയേലുമായി. സ്വത്രം. ഇനി അടുത്ത കാര്യം, അടുത്ത ദിവസം ഞാൻ പ്രസംഗിച്ചു തരാം. ഈ ഹമാസിൻ്റെ ആക്രമണം ഇസ്രയേലിൽ നടന്നപ്പം ആദ്യം ഫോൺ ചെയ്തത് ബൈഡൻ അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് പറഞ്ഞു, ബൈ ഖബറോനെ കനൈ ഹം ലോഗ് ആപ്കാ സാത്ത് മേ. കരമുയർത്തുന്നവർക്കാ ഇന്ത്യ ഇസ്രയേലിൻ്റെ കൂടെ. സ്വത്രം. നാട്ടുകാർ കേൾക്കണം, സ്വത്രം. ലോകത്തിലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ എയർപോർട്ടിൽ വന്നാൽ വല്ല ഡെപ്യൂട്ടി സ്പീക്കറോ ലോക്കൽ മന്ത്രിമാരെ പോകത്തുള്ളൂ സ്വീകരിക്കാൻ. വൈകിട്ട് ആ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ 2 കൊടി ഉയർത്തി കട്ടന് പഠിക്കുന്ന തമിഴ്നാട് ഭാഷ. പക്ഷേ ഇസ്രയേലിൽ പ്രധാനമന്ത്രി എവിടെ വരണം? ഇന്ത്യയുടെ എയർപോർട്ടിൽ വന്നാൽ ഓടിച്ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുക, എൻ തമ്പി വന്നിരിക്കുന്നത്. കരമുയരുന്നില്ലല്ലോ. സ്വത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതോ യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലുകാർ ഓടിക്കുകയില്ല. കഴിഞ്ഞ ദിവസം മോഡി സാർ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞപ്പോൾ BBC പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോഡി സാറിനെ വിളിച്ച് അഭിനന്ദിച്ചെന്ന് 3-ാം ടൈമും പ്രധാനമന്ത്രിയായിട്ട് വരാ. സ്വത്ര. ഇത് രാഷ്ട്രങ്ങളുടെ കാര്യം. ഞങ്ങൾ ഒരു ഭരണകൂടത്തിനും എതിരല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. പക്ഷേ ദൈവത്തിൻ്റെ കരം ഈ ടൈമൂടെ മാത്രം. ഇത് തികയ്ക്കുമെന്ന് ഞാൻ പറയത്തില്ല. ഇതിനു മുമ്പ് ഈ ടൈം മാത്രം ഇദ്ദേഹം നിലനിൽക്കാൻ സാധ്യത. അതിനു മുമ്പ് തന്നെ ഈ ഭരണം പോകും. സ്വത്രം. അത് ക്ലിയറാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കകത്ത് എന്തുകൊണ്ട് 3-ാം ടേമിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്? എല്ലാവരും കേൾക്കണം. ഇന്ന് ഇസ്രയേലുമായിട്ട് അറബ് രാജ്യങ്ങൾ ഒരു കശപിശം നടന്നുകൊണ്ടിരിക്കുക. അമേരിക്കക്കായി പാലം വലിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കാനഡക്കാരനൊക്കെ ഒരു പരുവത്തി വെള്ളം പൂശിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരുവനുണ്ട്. 145 കോടി ജനം, 2000 യുദ്ധവിമാനം, 400 യുദ്ധക്കപ്പൽ, 3 കോടി പട്ടാളക്കാരുള്ള ഇന്ത്യ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് വെളിപ്പെടണം. അതുകൊണ്ടാ സ്വർഗം പറഞ്ഞ അബ്രഹാമിനോട്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, കരമുയർത്തുന്നവർക്ക്. നിന്നെ ശപിക്കുന്നവന്. സ്വത്രം. രാഷ്ട്രീയമൊന്നുമല്ല. ആ മോഡി സാർ പറഞ്ഞ ഇവിടെ കന്യാകുമാരിയിലും കാട്ടാക്കടയും പറഞ്ഞ് 400 സീറ്റ് കിട്ടുമെന്ന്. അങ്ങനെയൊന്നും ദൈവം കൊടുക്കത്തില്ല. ഇവരൊരു കാര്യം പറഞ്ഞു, പാസ്റ്റർമാർ കേൾക്കണം. ഒരു പാർട്ടിയെ ഞാൻ കുറ്റം പറയത്തില്ല. ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ഷന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, 400 സീറ്റ് കിട്ടിയ ഭരണഘടന മാറ്റി എഴുതുമെന്ന്. കര ഉയരുന്നില്ലല്ലോ അച്ചായ. സ്വത്രം. ദൈവം ആര്? ഇതിൻ്റെ പിൻപിൽ 2 പേരുണ്ടായിരുന്നു. ഒന്ന് യോഗി ആദിത്യനാഥും അമിത്ഷായും. അതുകൊണ്ട് യോഗിയെ ദൈവം ഒരു പടമാക്കി. സന്തോഷമില്ലല്ലോ. സ്വത്രം. ഉത്തർപ്രദേശ് അമിത്ഷായെ ആക്കി. ഇപ്പം BJP ഗവൺമെൻറ്റിന് എത്ര സീറ്റുണ്ട്? 230. ഭരണഘടന പോയിട്ട് ഒരു ഘടനയും തൊടാൻ പറ്റത്തില്ല. മറ്റന്മാർ കാല് വലിച്ചാൽ താഴെ കിടക്കുന്നു. സ്വത്രം. ദൈവത്തിനോട് മറുതലിച്ചാൽ യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ. സ്വത്രം. ഇപ്പം ഈ ഭരണം വരാൻ ഒറ്റ കാര്യമുള്ളൂ. ഇല്ല, ഇത് വരത്തില്ലായിരുന്നു ദേവശോഭനം പാസ്റ്റർ. ഇപ്പം ഇസ്രയേലിൻ്റെ അടി നടക്കുമ്പോൾ
ദൈവത്തിന് ഇന്ത്യ ആവശ്യം. മറ്റൊരു ഗവൺമെൻറ് ഇന്ത്യ വന്നാൽ ഇസ്രയേലിനെ താങ്ങത്തില്ല. അതുകൊണ്ടൊരു മുട്ടുവായ്പയ്ക്ക് വേണ്ടി മാത്രമാ ഈ ഗവൺമെൻറ്റിനെ ഇപ്പം കൊണ്ടുവന്നത്. ഇത് 5 വർഷം നിലനിൽക്കത്തുമില്ല. ഇസ്രയേലിൻ്റെ അടി തീരുമ്പോൾ ഇവനെ മാറ്റുകയും ചെയ്യും. സ്വോത്രം. ഇതാ ദൈവത്തിൻ്റെ കാര്യം. സ്വോത്രം. രാഷ്ട്രീയമല്ല, ബൈബിളും പ്രവചനവും. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിൻ്റെ കൊമ്പിളത ഇലതളിർക്കുമ്പോൾ വേനലെടുത്തു. അത് മാത്രമല്ല, ഊഴിയം ചെയ്യുന്ന കർത്തൃപാലക്കാർ, നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോകണം. ഏറ്റവും കൂടുതൽ സുവിശേഷകർക്ക് വലിയ പ്രശ്നമുള്ളൊരു സ്റ്റേറ്റാണ് UP. അവിടെ സ്വർഗത്തിൻ്റെ കാര്യം ഇറങ്ങി വന്നു. സ്വോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഇനി ഒന്നും അവിടെ നടക്കത്തില്ല. സ്വോത്രം. അവിടംവരായി ദൈവത്തിൻ്റെ കാര്യം. ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആരാ രാഷ്ട്രീയക്കാരാണ് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ ഞായറാഴ്ച ഞങ്ങൾ ചർച്ചിനകത്ത് പറയും, ഇന്ത്യൻ പ്രധാനമന്ത്രി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് അനുഗ്രഹിക്കപ്പെടട്ടെ, തമിഴ്നാടിൽ മുതലമച്ചർ അനുഗ്രഹിക്കപ്പെടട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ പട്ടണം അനുഗ്രഹിക്കപ്പെടട്ടെ, MLA അനുഗ്രഹിക്കപ്പെടട്ടെ, വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, MP മാർ, ഞങ്ങളുടെ തലമൈ ബോധകർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമേ ഇന്ത്യയിലുള്ളൂ. കർത്താവിൻ്റെ വേലക്കാർ, കരമുയർത്തുന്നവർക്കായി. സ്തോത്രം. ദേശത്ത് സമാധാനത്തിന് വേണ്ടി അവിടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഞാൻ ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പിട്ട് നാളുകൾക്കും പറഞ്ഞ് BJP ഇനി അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ച് പ്രശ്നം കേട്ടിട്ട് ഞാൻ പറയും, ഈ യുദ്ധം തീരുന്നവരെ BJP നിന്നേ പറ്റൂ, ദൈവം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സ്വോത്രം. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും രാജ്യങ്ങൾ ഇന്ന് ഇസ്രയേലിൻ്റെ കൂടെ. ഭാവി കാര്യങ്ങൾ നാളെ പറയാം. അവർ ആരോട് പറയും, നീ കവർച്ച ഇടുവാനോ, ഇനി മോള് വായിച്ചാട്ടെ, കവർച്ച ഇടുവാനോ, വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത്? അറബ് ലീഗും റഷ്യയും കൂടെ, ചൈനയും കൂടി ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. എല്ലാവരും കേൾക്കണം. ഇന്നേ റഷ്യ 28 മാസമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. റഷ്യയിലെ പ്രശ്നം എന്തായി? എല്ലാവരും കേൾക്കണം. റഷ്യയിലെ MBBS കച്ചവടം തീർന്ന്. പണ്ട് ഇവിടെ വെള്ളറ കളിക്കാനുള്ള കുഞ്ഞുങ്ങൾ, ഉക്രൈൻ, ജോർജിയ, ഇവിടെ എല്ലാം MBBS. ഇപ്പോൾ ഒരെണ്ണം പോകത്തില്ല. കാരക്കോടത്ത് 1.5 കോടി കൊടുത്ത് അവിടെ കയറുക. പിള്ളേർക്ക് തലയ്ക്ക് പേടിയ. അപ്പനും അമ്മയും ഓഹരി വിറ്റ് ഇവിടെ കയറ്റല്ലേ തമിഴ്നാട്ടിൽ കയറ്റുന്നു. സ്വോത്രം. അവിടെ റഷ്യ പോകത്തില്ല. 2 IFC കോഡ്. എല്ലാവരും കേൾക്കണം. IFC കോഡ് തീർന്നു. 3 റഷ്യയിലെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടുത്തെ ബാങ്കുകളിൽ, അമേരിക്കൻ ബാങ്കുകളിൽ പൈസ ഇട്ടോ ഒരൊറ്റ പൈസ അമേരിക്കക്കാർ കൊടുക്കുന്നില്ല. അത് ഫ്രീസ് ചെയ്തു. 4-മത്തെ കാര്യം, ഹോണ്ട ജപ്പാൻ്റെ കാർ കമ്പനിയാണ്. അവർ റഷ്യയിൽ ഒരു പ്ലാന്റ് തുടങ്ങാൻ തുടങ്ങിയതാണ്. അടി വന്നപ്പോൾ അവരെവിടത്തേക്ക് വന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന് ഹോണ്ടയുടെ കാർ പ്ലാന്റ്. കര ഉയരുന്നില്ലല്ലോ. കേരളത്തിൽ വരും, പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. അടുത്ത സാംസങ്ങിൻ്റെ ഒരു കമ്പനി, അതും തമിഴ്നാട്ടിൽ വരുന്നു. നല്ല അരുമயான സ്ഥലമായിരിക്കും. ഞാൻ இந்த பழைய நாட்களிலே உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறதுக்காக செங்கோட்டா, திருநெல்வேலி, ஆண்டிப்பட்டி, ராஜபாளையம், பாவூர் சத்திரம், அழகிய மண்டபம், இந்த ஆலங்குடி, അവിടെ பெரிய கன்வென்ஷன் CSI അവിടെ എല്ലാം പോകും. அந்த நாட்கள் ஊழியக்கார் இங்கே இருக்குது. அங்கே போவது ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കണക്ക് കുറച്ച് കറങ്ങുന്ന പങ്കേ ഉള്ളായിരുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നിങ്ങൾ തമിഴ്നാട്ടുകാർ ഇടയ്ക്ക് അവിടെയൊക്കെ പോകണമെന്ന്. തിരുനെൽവേലി, ആണ്ടിപ്പട്ടി, രാജപാളയം, ശങ്കരൻ കോവിൽ, അഴകിയ മണ്ഡപം, പാവൂർ സത്രം, എങ്കാ പോവത് നമുക്ക് കളിക്കാവളെ ആകെ അറിയാം. സ്വോത്രം. പുസ്തകം എടുത്താൽ இந்த നാட்களிൽ ഞാൻ അங்கே പോയതൊരു കാര്യം കണ്ട്, പാസ്റ്ററേ, അവിടെ അരുമயான കമ്പനികൾ തമിഴ്നാട്ടിക്കുള്ള. കേരളത്തിൽ വരും, പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. കേരളത്തിൽ കൊടി വരും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പച്ചയ്ക്ക് ഞാനേ പറയത്തുള്ളൂ. സ്വോത്രം. സാംസങ്, ഹോണ്ടയുടെ എത്ര കോടി രൂപയുടെ പ്ലാന്റാണ് തമിഴ്നാട്ടിൽ വരുന്നത്. 2 ലക്ഷം പേർക്ക് ആ തൊഴിൽ കിട്ടാൻ പോകുന്നത്. സ്വോത്രം. കമ്പനി ഹോണ്ട ജപ്പാൻ്റെയാണ്. റഷ്യ തുടങ്ങാതിരുന്ന പ്ലാന്റ് അടിമൂലം ഇന്ത്യയിലോട്ട് വരുന്നു. ഇന്ന് റഷ്യയിൽ കാശില്ല. അങ്ങനെയെങ്കിൽ അവൻ ഇസ്രയേലിനെ ആക്രമിക്കും. 3 വാക്യം കഴിയുമ്പോൾ ഇന്ന് അവസാനിക്കും. എന്തിന് ഇസ്രയേലിനെ ആക്രമിക്കും? എല്ലാവരും കേൾക്കണം. 1, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് കിട്ടുന്ന സ്ഥലം. ശ്രദ്ധയോടെ ഇരിക്കണം. ഇസ്രയേൽ ഈജിപ്തിൻ്റെ മരുഭൂമിയാണ് നെഗോ. അവിടെ ഒരു സ്ഥലമുണ്ട് ഡിമോണ. അവിടെ ഭൂമിക്കടി നാച്ചുറൽ ഗ്യാസ് കിടപ്പുണ്ട്. റഷ്യക്ക് അറിയാം. 2, ലോത്തിൻ്റെ കാലത്ത് തീ ഇറങ്ങിയ ഒരു കടലുണ്ട്, ചാവ് കടൽ. അവിടെ 4 ധാതുലവണമുണ്ട്. മഗ്നീഷ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ ലിഥിയം, തോറിയം, പ്രൊട്ടറ്റീനിയം. ഈ 4 ധാതുലവണങ്ങൾ കിട്ടിയാൽ റഷ്യയുടെ ആണവ നിലയം കറക്കാം. 3, ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്നത് സൗദി അറേബ്യയിലെ അരംകോ അല്ല, അബുദാബിയിൽ അഡിനോക്കോ അല്ല. മോള് വായിച്ച് സഹായിക്കണം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം. എവിടെ ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടും? ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ.
ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ അപ്പൻ മക്കളെ അനുഗ്രഹിക്കും. ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ പുത്രന്മാരിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മുടെ മറിയാമ്മച്ചിയുടെ ഗോത്രമായി ആശേർ. രണ്ട് മറിയ എലിസബത്ത് ഒരു ഗോത്രക്കാരായിരുന്നു. അവർ കൈ കൊടുത്തപ്പോൾ ആ പുള്ള ഉള്ളത്തിൽ തുള്ളി. സ്നാപക യോഹന്നാൻ. പ്രസംഗിക്കാൻ സമയമില്ല. അടുത്ത വാക്ക് വായിച്ചട്ടെ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അടുത്തതാ എന്റെ പ്രസംഗം. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. കരമുയർത്തിയാട്ടെ. പാം ഓയിൽ അല്ല, പെട്രോൾ അല്ല, അതിന്റെ പേരാ ക്രൂഡ് ഓയിൽ. കരമുയർത്തിയാട്ടെ. സ്വോത്രം. അപ്പൊ ഇസ്രായേലിൽ എത്ര കാര്യമുണ്ട്? ഒന്ന്, ക്രൂഡ് ഓയിൽ. ഇസ്രായേലിൽ 2 എണ്ണക്കിണറെ, വാലിബർ കേട്ടോ, 2 എണ്ണക്കിണറെ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഒന്ന് ലവ്യാദാൻ, 2 താമാർ. കടപ്പുണ്ട് യാഫയ്ക്കകത്ത് ഇഷ്ടം പോലെ എണ്ണക്കിണർ. അത് കണ്ടിട്ടാ അദാനി പോയി മോഡി സാറിന്റെ കൈവച്ചിട്ട് ഇസ്രായേലിൽ ഒരു തുറമുഖം 1500 കോടിക്ക് അവനും പാട്ടത്തിനെടുത്ത്. നല്ല ബുദ്ധിയുള്ളവൻ അദാനി. സ്വോത്രം. കണ്ടോ? അങ്ങനെയെങ്കിൽ യാഫയിൽ 2 എണ്ണക്കിണർ, ബാക്കി കിടപ്പുണ്ട്. സ്വോത്രം. ഒന്നാമത്തത്. 2 ഗ്യാസ് ഇസ്രായേലിൽ. 3 ധാതുലവണം. ഇത് കിട്ടിയ റഷ്യക്ക് കഴിക്കും. സ്വോത്രം. നാടൻ ഭാഷ. നമ്മുടെ ഇവിടുന്ന് വണ്ടി ഉണ്ടല്ലോ, കളിക്കാവിളയിൽ അമ്പൂരി ബസ്സുണ്ട്. അമ്പൂരി നല്ലൊരു അച്ചായനുണ്ടായിരുന്നു, ഞങ്ങളുടെ തോമാച്ചായൻ. 1 റബ്ബർ, 2 ഇഞ്ചി, 3 കുരുമുളക്. സന്തോഷമില്ലല്ലോ? റബ്ബറിന് വില കുറയുമ്പോൾ ഇഞ്ചിക്ക് വില കൂട്ടും, ഇഞ്ചിക്ക് വില കുറയുമ്പോൾ കുരുമുളകിന് വില കൂട്ടും. അങ്ങനെയെങ്കിൽ ഈ 3 സാധനം പിടിക്കുവാൻ റഷ്യ അറബ് രാജ്യങ്ങളെ കൂട്ടി ഇസ്രയേലിനെ ആക്രമിക്കും. അന്തിമ ദിനം നീയും നിന്റെ കൂടെ ഒരു കൂട്ടവും നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിരകളിൽ വരുവാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ വരണം. ആ ആക്രമണം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് വേഗത്തിൽ 4 വാക്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം. ആ ആക്രമണം അവസാനിക്കുന്നതിന് ഇവിടെ ഒരു സംഭവം നടക്കും. ഇന്ന് രാത്രി ശ്രദ്ധയോടെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ഇസ്ലാമാബാദിൽ നിന്ന് വന്ന കോൺസുലേറ്റുമാർ ന്യൂഡൽഹിയിലുണ്ട്. ഒരു AC ബസ്സിൽ അവരെ എവിടെ കൊണ്ടുവരും? വാഗാ അതിർത്തിയിൽ കൊണ്ടു നിർത്തും. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് 40 ഇന്ത്യൻ കോൺസുലേറ്റുമാരെ മറ്റൊരു ബസ്സിൽ കൊണ്ടുവരും. ഈ 40 പേരെ അങ്ങോട്ട് പാസ്പോർട്ട് കൊടുത്തു വിടും. അവിടുന്ന് വന്ന ഇന്ത്യൻ കോൺസുലേറ്റുമാരെ പാസ്പോർട്ട് മേടിച്ച് ഇങ്ങോട്ട് വെക്കും. വാഗാ അതിർത്തി അടയ്ക്കും, പതാക താർത്തും. 8 മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം തുടങ്ങുമെങ്കിൽ അവിടെ വണ്ടി നാളെ ഒഴിച്ചു മാറ്റുന്നത് പോലെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൈമാറ്റം നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ആട്ടിൻകുട്ടിയും രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അപ്പോൾ ഇപ്പോഴത്തെ സംഭവം ഹമാസ്. വായിക്കാം ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒരിടത്ത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിലേക്ക് വരും. ആമോസ് 2:5 വായിച്ചേട്ടാ. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി. അടുത്തത്, അത് യെരുശലേമിനെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ആ കരമുയർത്തിയാട്ട മക്കളെ. ഇസ്രയേലിനകത്ത് ഹമാസിന്റെ ആക്രമണം കണ്ടവർ ആ കരമുയർത്തിയാട്ട്. യഹൂദക്കകത്ത് ഞാനൊരു തീ അയക്ക്. 3000 റോക്കറ്റ് ഇസ്രയേലിനകത്ത്. യെരുശലേമിന്റെ കെട്ടിടങ്ങൾ തകർന്നു, 1000 മരിച്ചു വീണു. ഇസ്രയേലിന്റെ ആശ്രയം എന്തായിരുന്നു? ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ കേട്ടോണേ. ഇസ്രയേലിന്റെ ആശ്രയം അയൺ ഡോം. എന്താ അയൺ ഡോം? എല്ലാവരും കേൾക്കണം, സയൻസും ബൈബിളും. ഇസ്രയേൽ അമേരിക്ക സംയുക്ത സംരംഭമാണ് അയൺ ഡോം. 3500 കോടി രൂപ ഒരു അയൺ ഡോമിന്റെ വില. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 5 കാര്യങ്ങൾ അയൺ ഡോം. ചെറുപ്പക്കാർ ബൈബിൾ ഞാൻ പുറേ വായിച്ചു തരാം. അയൺ ഡോം ബൈബിളിലുണ്ടോ? എന്താ സംഭവം എന്നറിയാമോ? അയൺ ഡോമിന്റെ പ്രത്യേകത 5 കാര്യങ്ങൾ. 1 ഇന്റർസെപ്റ്റർ, 2 ഇലക്ട്രാ റഡാർ, 3 ബാറ്ററി, 4 ലാൻഡിംഗ് യൂണിറ്റ്, 5 BMC ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോണന്റ് സിസ്റ്റം. ബൈബിളുമായിട്ട് പറഞ്ഞുതരാം. സ്വോത്രം. ഇപ്പോൾ പലസ്തീനിൽ നിന്നോ ജോർദാനിൽ നിന്നോ ഒരു മിസൈൽ ഇസ്രയേലിന്റെ നേരെ കയറി വരുമ്പോൾ കളിക്കാവിളിരിക്കുന്ന ക്യാമറ കാണുന്നത് പോലെ ഇന്റർസെപ്റ്റർ കാണും. ഇലക്ട്രാ റഡാറിനോട് പറയും ഉടനെ മെസ്സേജ് പട്ടാളത്തിനും പോലീസിനും കൊടുക്കാം. 1 മിനിറ്റ് പോലും വേണ്ട. വാട്സപ്പ് വരുന്നത് പോലെ ഇസ്രായേലിൽ സൈറൺ മുഴങ്ങും. അന്നേരമാ ഈ പെങ്കൊച്ചുങ്ങളെല്ലാം അടിക്ക് ബങ്കറിനകത്തോടുന്നത്. കരമുയർത്തുന്നവർക്കായി അപ്പനെ അമ്മയും പിടിച്ചുകൊണ്ട് ഓടുന്നത്. ബൈബിളും സയൻസും കേട്ടോണമല്ല. ഇവിടെ സമയം ഉണ്ടായിട്ട് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ ചെങ്കവിള പറഞ്ഞ അതിൻ്റെ ബാക്കി അവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് ഇവിടെ എടുക്കാത്തത്. ഇലക്ട്രാ റഡാർ ഇസ്രയേലിൽ മെസ്സേജ് കൊടുക്കുക. സൈറൺ. ആൾക്കാരെല്ലാം ബങ്കറിൽ ഓടിപ്പോകും, വീട് മടയ്ക്കും. ആ സമയത്ത് മിസൈൽ കുതിച്ചു വരുമ്പോൾ BMC ചാർജ് ആവും. ബാറ്ററിയോട് പറയും പവർ സപ്ലൈ കൊടുക്കാൻ. ആ സമയത്ത് ലാൻഡിംഗ് യൂണിറ്റിൽ നിന്ന് റോക്കറ്റ് മേളിൽ കയറും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവന് ആകാശത്തിൽ വെച്ച് അടിച്ചങ്ങ് തീർത്ത് കളയും. അതിന്റെ പേരാ അയൺ ഡോം.
സ്വോത്രം. ഇതാ പണ്ട് ഒരു കാര്യം പറയാം. ഇറാഖും കുവൈറ്റ് യുദ്ധം ഉണ്ടായപ്പോൾ സദാം ഹുസൈന് കുവൈറ്റിലോട്ട് മിസൈൽ അടിക്കും, സ്കഡ് മിസൈൽ. ഈ അമേരിക്ക കടലിൽ നിന്ന് പേട്ടയേറ്റ് അടിക്കും, രണ്ടും കൂടെ ആകാശത്തിൽ വെച്ച് അങ്ങ് തീരുമായിരുന്നു. സ്വോത്രം. ഇതൊക്കെ പത്രം വായിക്കണം. പാണ്ഡവ കൗരവ യുദ്ധം പണ്ട് പുരാണ ചരിത്രം. ആഗ്നേയാസ്ത്രവും ബ്രഹ്മാസ്ത്രവും രണ്ടും കൂടെ കൂട്ടിയടിക്കും. പക്ഷേ അയൺ ഡോം തകർന്നു കഴിഞ്ഞ ഹമാസിൻ്റെ യുദ്ധത്തിനകത്ത്. ഹമാസുമായിട്ടുള്ള അയൺ ഡോമിനെ വെട്ടിച്ച് ഇസ്രയേലിനകത്ത് റോക്കറ്റ് കയറി. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ അയൺ ഡോം ഇസ്രയേലിന്റെ കയ്യിൽ? വായിക്കാം. യെശയ്യാ പ്രവചനം 31:5. എല്ലാവരും എടുത്താട്ട്. യെശയ്യാ പ്രവചനം 31 അധ്യായം 5-ാമത്തെ വാക്യം. അയൺ ഡോം പക്ഷി പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റി കറങ്ങുന്ന കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. കരമുയർത്തിയാട്ട് ഇതായിരുന്നു അയൺ ഡോം. ഇതുവരെ ലോകരാജ്യങ്ങളോട് അവൻ പറഞ്ഞ ഞങ്ങളെ ആരും നേരിടാൻ പറ്റത്തില്ല അയൺ ഡോം. അത് തകർന്നെങ്കിൽ അന്തിമജനം യെരൂശലേമിലേക്ക് വരാൻ പോകുന്നു ഒരു യുദ്ധത്തിന് വേണ്ടി. എന്താ യെരൂശലേം? ദാവീദിന്റെ പട്ടണത്തെ പിടിച്ചടക്കുവാൻ ഏകദേശം 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയും തയ്യാറെടുക്കുന്നു കോവിഡിന്റെ മറവിൽ. അന്നാളിൽ ജെറുസലേമിന് നാളെ മുതൽ ഞാനൊരു ഭാരമുള്ള കല്ലാക്കും. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. സക്കറിയ 12:2-3 അടുത്ത ദിവസം. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഭൂമിയിലെ സകല രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടും. അതാ ജെറുസലേം ഭാരമുള്ള കല്ല്, ജെറുസലേം പരിഭ്രമപാത്രം. 3 ജാതികൾ വിരോധമായി. 4 കഠിനമായി ഇസ്രയേൽ നിലവിളിക്കാൻ പോകുന്നു. ആ യുദ്ധം ഈ തലമുറയിൽ ആരംഭിക്കാൻ പോകുന്നു. വായിക്കാം മത്തായി 23:37. ഈ യുദ്ധം എവിടെ? യെരൂശലേമിലേക്ക്. വായിച്ചാട്ട് മക്കളെ. യെരൂശലേമേ 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 പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ വന്നവരെ, വായിച്ചാട്ട് മോളെ, നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ, കോഴി ഉൻ പിള്ളയെ റെക്കുള്ള കാക്കത് പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ ഉൻക പിള്ളകളെ കാക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തിയാട്ടെ. സ്വോത്രം. വരാൻ പോകുന്നു അന്തിമ ദിനം ജെറുസലേമിലേക്ക്. ഇനി വരാൻ പോകുന്നത് സകല കണ്ണും യെരൂശലേമിലേക്ക്. എന്നാൽ ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുക. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ കാന്തൻ വരും. ആരെടുക്കപ്പെടും? മത്തായി 7:13-14 2 കാര്യം പറയുമ്പോൾ ആരാധനയിലേക്ക് 9:30 നിർത്തും. മത്തായി 7:13-14 വായിച്ചാട്ടെ മക്കളെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും. കല്ല് കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ഓലിയും പക്കത്തിരിക്കുന്ന സഹോദര, നീ തകരുവാൻ പോകുന്നു. നിന്റെ വഴി വിശാലമാ. അത് ഏത് സമയത്ത് നിനക്കുണ്ട്. എന്നാൽ വേറൊരു വാതിൽ ഇന്ന് രാത്രി. വായിച്ചാട്ടെ. അതിൽ കൂടി കടക്കുന്നവർ അനേകം പേർ നാശത്തിന്റെ വാതിൽ കൂടി കടക്കും. എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. ഊളിയ കൂട്ടങ്ങളുടെ മുതലാമത് ഇരവ്. അത് കണ്ടെത്തുന്നവർ. വായിച്ചാട്ടെ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കരമുയർത്തുന്നവർക്ക് അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഇന്ന് രാത്രി മടങ്ങി വാ. 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. പാട്ടും പാടും. ഇവിടെ ബൈബിളിനകത്തൊരു കഥയുണ്ട്. പലരും അത് മോശമായിട്ടാണ് പ്രശ്നിക്കുന്നെങ്കിലും പറയാം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഏവരും കേൾക്കണം. 2 മക്കളുണ്ടായിരുന്നു. ഒരു മോൻ നല്ലവനെന്നൊക്കെയാണ് പറയുന്നത്, ബാക്കി പറയുന്നില്ല. മറ്റവൻ്റെ പേര് ധൂർത്തുപുത്രൻ എന്നാ. സ്വോത്രം. അവനെ ഞങ്ങളുടെ ഉപദേശിമാർ മുടിയൻ കൊള്ളരുതാത്തവൻ എല്ലാം ആക്കി. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ ഈ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ വന്ന്. അവൻ്റെ സ്ഥലം നമ്മുടെ ശില്പപുരത്തായിരുന്നു. കേട്ടോണേ. സ്വോത്രം. അവൻ ഒരു ദിവസം അപ്പനോട് പറഞ്ഞപ്പാ, എൻ്റെ വീതവും വസ്തുവൊക്കെ തരണം, ഞാൻ മാർത്താണ്ഡത്ത് പോയി ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു. നല്ല കാര്യം. അരുമயான ചെറിയ കഥ, ചിന്ന കഥ. അവൻ മാർത്താണ്ഡത്ത് പോയി നല്ല ബിസിനസ് തുടങ്ങി. കൂട്ടുകാരും കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് കള്ളുകൂടി, ബിയറടി, കഞ്ചാവടിയൊക്കെ ആയിരുന്നു. പൈസ ഉണ്ടായിട്ട് ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ കോവിഡ് വന്നു. സ്വോത്രം. ഇവൻ്റെ കാശും പോയി, ബിസിനസ്സും പൊളിഞ്ഞു. അപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ അവനെ പൊക്കി എന്തോ ഇത് കൈ കാശില്ലാഞ്ഞപ്പോൾ നമ്മുടെ നട്ടാലം പോകുന്നിടത്ത് പന്നിയെ വളർത്തുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി അവനെ സുന്ദരമായിട്ടിട്ട്, എല്ലാവരും കേൾക്കണം, അരുമയാണ് ചിന്ന കഥ, തമിഴ് ഭാഷയിൽ. ഒരു ഉടുപ്പ് ഒരു മുണ്ടും ഉണ്ടായിരുന്നു. അവൻ ഗതി കെട്ട് അവിടെ കിടന്ന്
ഒന്ന്, ആദ്യമൊക്കെ ഈ ഓണർ വന്ന് കൊഞ്ചം മസാല ദോശയൊക്കെ കൊടുക്കാറുണ്ട്. ഓണർ അവസാനം വിചാരിച്ചവ ഇവിടെ കിടക്കും, പുള്ളി വരത്തുമില്ല. അവൻ അവസാനം പന്നിയുടെ കൂട്ടത്തിൽ വാള വര, ഓക്കെ കലക്കിയ കാടി ഇതെല്ലാം കൊടുത്ത് அந்த நாட்களிலே அங்கே ஒரு செய்தியை கேட்டது. சிலோம் பெந்திக்கோஸ் டிபிஎம் தி பெந்தக்கோஸ் மிஷன்கார் இந்த ഇവിടെ കൺവെൻഷൻ അനൗൺസ് കൊടുത്തോളൂ. ഒരു അനൗൺസ്മെൻറ്റ് പാട്ട് പോയി, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് യുദ്ധവും ക്ഷാമവും എല്ലാം സഹോദര ഒരുങ്ങിയിട്ടുണ്ടോ. അവൻ അന്നേരം ഈ കൊല്ലംകോടും ചെങ്കവിളയും ചൂടാലും ഊരമ്പ് മഹോത്സവം കേട്ടപ്പോൾ അവൻ പണ്ട് ഈ ബൈബിൾ ക്ലാസ് കേട്ടത് അവന് പിടികിട്ടി എന്തായാലും ലോകം തീരാൻ പോവുകയാണ്. അപ്പോൾ അവന് വന്നൊരു ബുദ്ധിയുടെ പേര ക്ലിയർ മൈൻഡ്, സുബോധം. കരമുയർത്തിയാട്ടെ, സ്വത്രം. ഇതാണ് മടക്കപരവ്, സ്വത്രം, സുബോധം. അവന് സുബോധം വന്നു. ആരോടും മെസ്സേജ് അയച്ചില്ല. മൊബൈലൊക്കെ എന്നേ പോയി, ചാർജറുമില്ല. കൂടെ കുറേ നാൾ പന്നിയുടെ കൂടെ കാടി കുടിച്ചോണ്ട് പന്നിക്കല്ല ഒരു പ്രൈസലോട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പോവാ. ഇപ്പം പോയ മുടിയമ്പുത്രൻ ദാ ഇങ്ങനെ സ്കെലിറ്റ് പുത്രനായി, നടക്കാനും വയ്യ, കയ്യിലൊരു വടിയായിട്ട് നട്ടാലത്തുനിന്ന് യാത്ര ചെയ്ത് ഒരു പരുവത്തി മാർത്താണ്ടത്ത് വന്ന് അവിടെ അങ്ങ് കിടന്ന്, സ്വത്രം, പാലത്തിൻ്റെ കീഴിൽ. രണ്ടാം ദിവസം വീണ്ടും യാത്ര ചെയ്ത് ഒരു പരുവത്തി കുഴിത്തറ വന്ന് അവിടെ കിടന്ന്. മൂന്നാം ദിവസം നടന്ന് എങ്ങനെയൊക്കെയോ പിടിച്ച് പറ്റി കളിയിക്കാവള വന്ന്. പിന്നെ അവന് നടക്കാൻ വയ്യ. 4 മണിക്ക് കളിയിക്കാവള ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരോ പ്രിയായിട്ടൊരു കട്ടൻ കൊടുത്തൊരു വടിയെടുത്ത് നേരെ ശില്പപുരത്ത് വന്ന്. അപ്പച്ചൻ്റെ വീട്ടിൻ്റെ അവിടെ ആയപ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ CC ക്യാമറ ഇല്ലോ. അപ്പച്ചൻ ഞങ്ങളുടെ ശില്പപുരത്തെ തോമാച്ചാന് ചിന്നമാമയെ നോക്കിയപ്പോൾ നമ്മുടെ മുടിയമ്പുത്ര ഇപ്പോൾ ഒടിഞ്ഞൊടിഞ്ഞ് വരുവാ, സ്വത്രം. ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചാന്ന് ഞങ്ങളുടെ തോമാച്ചൻ നാടൻ ഭാഷയെ പറഞ്ഞു, ചിന്നമ്മേ ആ മുടിയം പിന്നെയും വരുന്നത്, നീ ഫ്രണ്ടിലെ ഗേറ്റ് പൂട്ട് പുറയിൽ കൂടെ നമുക്ക് വാഗണറും എടുത്ത് സിറ്റിയിൽ എവിടെയെങ്കിലും പോകുന്നു, സ്വത്രം. അതാ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചയും, സ്വത്രം. എന്നാൽ മടങ്ങി വരുന്നവനെ കണ്ട് വാതിലടച്ചിട്ട് പോകുന്ന ഒരപ്പനെയല്ല ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളിൽ ഞങ്ങൾ പരിചയപ്പെടുത്തത്. മടങ്ങി വരുന്നവനെ കണ്ടിട്ട് വാതിൽ തുറന്നു കൊടുത്തു. നാട്ടുകാർ മുഴുവൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും വരണം, എൻ്റെ നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് രാത്രി വചനം ഇതാ, സുവിശേഷ പ്രസംഗം, ഉലകത്തിൻ മുടിവൊന്നുമല്ല, സ്വത്രം. അവൻ ഓടി വരുമ്പോൾ ഓടി വന്ന അപ്പനോടൊരു കാര്യം പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. அங்கே ஒரு காலி பெறை இருக்குது, അവിടെ കന്നുകാലി ഇരിക്കുന്നത്, റബ്ബർ ഷീറ്റ്, അവിടെ ഒരു പായ കൊടുത്ത് ഞാൻ അവിടെ ഒക്കാറ് ഒരു കഞ്ചിയെ കൊടുത്ത് അവിടെ കിടക്കാന്ന്, സ്വത്രം. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ അതൊന്നുമല്ല, നിനക്ക് വേണ്ടി ഒരു മുറി ഒരുക്കി നാളുകളായിട്ട് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വന്ന മകനെ കണ്ടിട്ട് അവനെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചന് ഇന്ന് രാത്രി ഞങ്ങൾ സെൽവപുരത്ത് പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിറം നോക്കാതെ, മണം നോക്കാതെ, നിന്റെ കുടുംബം നോക്കാതെ, നിന്റെ പാരമ്പര്യം നോക്കാതെ മാറോട് ചേർത്തടയ്ക്കുന്ന അപ്പൻ. എല്ലാവരും ഈ പ്രസംഗം കേൾക്കണം. താഴെ തകർപ്പരെ തമ്പിയെ തങ്കച്ചി ഇവൻ എവിടാ കിടന്നത്? 3.5 വർഷം 5 വർഷം പന്നിയുടെ കൂട്ടത്തിൽ പോയപ്പോൾ ഒരു ഉടുപ്പ് ഒരു മുണ്ടുമാ, പന്നിയുടെ ചാണകമായവൻ്റെ ഉടുപ്പിനകത്ത്, പന്നിയുടെ മൂത്രത്തിൻ്റെ മണമായവൻ്റെ ശരീരത്തിനകത്ത്. വന്നവൻ്റെ നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ മാറോട് ചേർക്കുന്ന ഒരപ്പച്ചനെ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങൾ ഉയർത്തുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പക്ഷേ വന്നവനെ അകത്ത് കൊണ്ടുപോയില്ല. ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. വന്നവനെ അകത്ത് കൊണ്ടുപോയില്ല. അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ധരിപ്പിക്കുവാൻ ഒരു മേലങ്കി കൊണ്ടുവരാൻ വന്നു. അതിൻ്റെ പേര് രക്ഷയുടെ കുപ്പായം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ ധരിപ്പിക്കുവാൻ രക്ഷയുടെ കുപ്പായം. അവനെ ആ മണിയറയിലേക്ക് കൊണ്ടുവന്നു. മക്കളെ, ഒന്നാമത്തെ യാതം ഏദന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാതം കാൽവറി തൻ്റെ ദേഹമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി 6 ലിറ്റർ രക്തം നമുക്ക് വേണ്ടി അവൻ ഒടുക്കിയെങ്കിൽ ആ രക്ഷയുടെ കുപ്പായമുള്ളവനെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോകുവാൻ എൻ്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർ, കുഞ്ഞാടിൻ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. രാത്രി അറ്റ് ഓൺലൈൻ മീഡിയ, ആർ യു വാച്ചിങ് ദിസ് മെസ്സേജസ് എവരിവൺ? Fathers, mothers, our sisters, brothers, do not go anywhere. Lift your right hands. Coming in the name of Jesus at Calvary cross, the blood of Jesus covered your all sins. Coming in this night. കാൽവറിയിലെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്തും?
മടങ്ങി വരുന്ന മാറോട് ചേർക്കുന്ന അപ്പച്ചന് ഈ രാത്രി പരിചയപ്പെടുത്തുന്നു. സഹോദര, இந்த ഒലിപ്പക്കം നീ തണ്ണിയെ കുടിച്ച് കള്ള് കുടിച്ചോ? സിസ്റ്റർ, നിന്റെ മുൻപിൽ ആത്മഹത്യയുടെ വഴിയായി നീ നിൽക്കുക. ചെറുപ്പക്കാരാ, നിന്റെ ജീവിതം തകർന്നെങ്കിൽ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ രക്ഷകൻ, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നെന്ന് ഇന്ന് രാത്രി കരമുയർത്തി ഒരു തീരുമാനമെടുത്താൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. സെൽവപുരമേ, വൺ മോർ ടൈം, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. അവസാനിപ്പിക്കാൻ പോകുന്നു. ബാക്കി നാളെ സക്കരിയാവിലേക്ക്. മക്കളെ, സ്തോത്രം, ഒരു കാര്യം കേൾക്കണം. ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. എല്ലാവരും കേട്ടോണം. എന്താ ഒഴിച്ചുമാറ്റൽ? 1945 രണ്ടാം ലോക മഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. ബ്രിട്ടന്റെ ജർമ്മനിയുടെ ആക്രമണം പകർന്ന് ബ്രിട്ടൻ അനവധി പേരെ ഒഴിച്ചു മാറ്റി. എല്ലാവരും ഇത് കേൾക്കണം. 1990 കുവൈറ്റ് യുദ്ധം, എയർ ഇന്ത്യ വിമാനം കുവൈറ്റ് കിടന്ന മലയാളികളെ, തമിഴ് മക്കളെ എല്ലാം എടുക്കാൻ പോയി, ഒഴിച്ചു മാറ്റൽ. അത് കഴിഞ്ഞിട്ട് 2013 യമനിൽ കലാപം, നമ്മുടെ നേഴ്സുമാരെ കൊണ്ടുവന്നു. 2016 സൂഡാനിൽ കലാപം. 2018 ഓക്കി ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലും കേരളത്തിലും സ്കൂളുകളിൽ ഒഴിച്ചു മാറ്റി. 2020 കോവിഡ്, അന്നൊരു പ്ലെയിൻ യാത്രയായി വന്ദേ ഭാരത്, കരമുയർത്തുന്നവർ കേട്ടവർക്കായി വെളിനാട്ടുക്ക് ആ പ്ലെയിൻ അവിടെ പോയി. 2022 ഉക്രൈൻ യുദ്ധം, എല്ലാവരും കേൾക്കണം. ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ ഇവിടെ ഒരു ഗംഗ വന്നു, ഓപ്പറേഷൻ ഗംഗ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉക്രൈനിൽ നിന്ന് കൊണ്ടുവരാൻ ആര്? എയർ ഇന്ത്യ, ഇൻഡിഗോ. അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം റഷ്യയിൽ ഇറങ്ങി, ബലാറസിൽ ഇറങ്ങി. ആരെ കയറ്റി? അമേരിക്കക്കാരനെ കയറ്റിയില്ല, ബ്രിട്ടൻകാരനെ കയറ്റിയില്ല, പാകിസ്ഥാൻകാരനെ കയറ്റിയില്ല. ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് വേണ്ടി ഡോറ് തുറന്നു. ആ കുഞ്ഞുങ്ങളെ ഇന്ത്യയുടെ മണ്ണിനകത്ത് കൊണ്ടിറക്കിയെങ്കിൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി സ്വർഗീയ കമ്പാർട്ട്മെന്റുകളുമായി എന്റെ നാഥൻ വരാറായി. രാത്രി ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? എല്ലാവരും കേൾക്കണം. ഇന്ന് ബാപ്പുജിയുടെ കാര്യം ഓർത്തപ്പെടാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, എല്ലാവരും കേട്ടോ. ബാക്കി നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ അടുത്ത് സുവിശേഷം പറയാൻ ഒരു മിഷണറി പോകുമായിരുന്നു. അപ്പച്ച, അദ്ദേഹം CSI കാരനായിരുന്നു, CSI മിഷണറി, ആന്ധ്രാക്കാർ. അദ്ദേഹം ചെന്ന് നെഹ്റുജിയോട് പറയും, സാറേ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരണം വിടുമ്പോൾ രക്ഷിതാവായി സ്വീകരിക്കാം. 3 മാസം ഭരണം വിടാൻ ബാക്കിയുള്ളപ്പോൾ CSI മിഷണറി, എല്ലാവരും കേൾക്കണം, ഒരു ബൈബിളുമായിട്ട് അവിടെ ചെന്ന്, സാർ, യേശു അപ്പാവ് രക്ഷിതാവായി സ്വീകരിക്കണം. അദ്ദേഹം പറഞ്ഞു, ചായയും കൊടുത്ത് വണ്ടിക്കൂലി കൊടുത്ത് മിഷണറിയോട് പറഞ്ഞു, 3 months ഞാൻ ഈ പോസ്റ്റിൽ നിന്ന് മാറും, ഞാൻ സുഖജീവിതത്തിലേക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പോകുമ്പോൾ നീ വരണം, ഈ ബൈബിളും തരണം, പ്രാർത്ഥിക്കണം. വണ്ടിക്കൂലി മേടിച്ച് CSI മിഷണറി ആന്ധ്രയിലേക്ക് പോയി. 6-ാം ദിവസം പത്രികയിൽ ഒരു വാർത്ത, ചാച്ചാജി പാസ്ഡ് അവേ. കരമുയർത്തുന്നവർക്കായി കാലം നിനക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. ഇന്ന് രാത്രി സത്യവചനം കേട്ട് ഗ്രൗണ്ടിനകത്ത് വരണ്ട, കരമുയർത്തണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. 156 മുള്ളുള്ള കിരീടം അവന്റെ തലയിൽ അടിച്ചിറക്കിയെങ്കിൽ സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമെങ്കിൽ ആട്ടുംകുട്ടിയും രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. സഹോദരാ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. ഞങ്ങളുടെ പ്രത്യേകത ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേജിൽ പ്രസംഗിക്കുക. കൊഴഞ്ഞു വീണ് ഇവിടെ മരിക്കാം, പക്ഷെ വണ്ടി യാത്രയിൽ മരിക്കാം, കിടക്കയിൽ മരിക്കാം, കോവിഡ് വന്ന് മരിക്കാം, അറ്റാക്കിൽ മരിക്കാം, ക്യാൻസറിൽ മരിക്കാം. ഭയമില്ല. കല്ലറയ്ക്കപ്പുറത്ത് വന്ന് കരമുയർത്തുന്നവർക്കായി ലാസറിനെ വിളിച്ചുയർത്തിയ ഒരു ഗംഭീരനാദം ഒടുക്കലത്തെ നാളിൽ തൻ്റെ ഭക്തന്മാരെ ചേർക്കാൻ വരാറായി. ഈ രാത്രി ഒരിക്കൽ കൂടി തായേ തകർപ്പരെ, தம்பி தங்கச்சி, இந்த ஒலிப்பக்கத்தில் இந்த நாட்களில் உலகத்தின் முடிவும் கடைசி கால செய்திகளும் கேட்டுக்கொண்டு இந்த கிரவுண்டுக்குள்ள வரவில்ல, எங்கேயோ உங்கள் உட்காரு, அங்கே இருந்து യേശു അപ്പാവെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ. പാപத்துக்கு പരിഹാരത്തിൽ ആട്ടിൻകുട്ടിയിൽ അറക്കപ്പെട്ടെങ്കിൽ ആട്ടിൻകുട്ടിயின் രക്തത്താൽ
என்னை கழுகி வெடிப்பாக்கணுமெന്ന് யாரையே உங்க கரங்களை தூக்கி அப்பச்சன் கையில் ஏൽപ്പിക്കുന്നു. உண்மை ഇന്ന് രാത്രി സ്വർഗമേ പാക്കരുത്, ഉന്നെ ചേർക്കാൻ നാഥൻ വരാറായി. ബാക്കി നാളെ രാത്രി.